പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇന്ന് തിങ്കളാഴ്ച തിരക്കിൻ്റെ ദിവസമാണ്. ഒരു അവധി കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വ്യാപാരങ്ങൾക്ക് പോകുന്ന ദിവസം. ഇത് കേൾക്കുന്ന മക്കളെ, നിങ്ങളൊരു 43 ദിവസത്തെ നിയോഗം എടുക്കുക. ഞാനിത് അയച്ചു തരുമ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ അവർക്കൊക്കെ ഇത് കേൾക്കുകയും ഒപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അവർക്ക് സാധിക്കുമാറാകട്ടെ. ഇവിടെ ധ്യാനത്തിന് അടുത്ത 3-ാം തീയതി വൺ ഡേ ധ്യാനമുണ്ട്. 14-ാം തീയതി ഓഗസ്റ്റ് 14 താമസമുള്ള ധ്യാനമുണ്ട്. ഇതിലേക്കൊക്കെ നിങ്ങൾ വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് തിങ്കളാഴ്ച വലിയ തിരക്കിനൊക്കെ ഇടയിലാണെങ്കിലും ഇത് കേൾക്കാൻ മറന്നു പോകരുത്. കേൾക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ബഥേൽ മാതാവിൻ്റെ ടീമിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവേ, മോളെ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെ ഹൃദയം 1 കൊറിന്തോസ് 3:16, ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന നീ അറിയുന്നില്ലേ? ദൈവാത്മാവിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുക, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധമാണ്, നിങ്ങൾ തന്നെ. മക്കളെ, നമ്മുടെ ഹൃദയം ഒന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ സക്രാരിയാണ് നമ്മുടെ ഹൃദയം. ഈശോ കുർബാനയായി വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിലാണ് നല്ലത് സൂക്ഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് പക സൂക്ഷിക്കുന്നത്, വെറുപ്പ് സൂക്ഷിക്കുന്നത്, പ്രതികാരം കൊണ്ടു നടക്കുന്നത്, ഭയം കൊണ്ടു നടക്കണം. അപ്പം ഇങ്ങനെ പിശാചിൻ്റെതായ ഒരുപാട് ഫലങ്ങളുണ്ട്. ദൈവാത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. നിയമാവർത്തന പുസ്തകം 28 എടുത്ത് വായിക്കണം, നല്ലതാണ്. അതിനകത്ത് നല്ലതായിട്ട് ഇന്ന് ഞാൻ പറയുന്ന വാക്കുകൾ, കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടന്നാൽ 1000 തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും, അല്ലാത്തവരെയോ വാളിനിരയാക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം നമ്മുടെ സ്ഥാപനങ്ങൾ സകലത് നശിക്കും, എല്ലാം തകർക്കും. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കാതെ വിടൂല. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഹൃദയത്തിൽ വെറുപ്പ് വിദ്വേഷം വെച്ചാൽ കുർബാന അർപ്പിക്കാനോ കുർബാന സ്വീകരിക്കാനോ യോഗ്യത ഉണ്ടോ? യോഹന്നാൻ 13 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അയോഗ്യതയോടുകൂടെ ഈ അപ്പം ഭക്ഷിക്കുന്നവർ കർത്താവിൻ്റെ ശാപം ഏൽക്കേണ്ടി വരുന്നു. വെറുപ്പ് വിദ്വേഷത്തോടുകൂടെ ഈശോയെ സ്വീകരിക്കുന്നവർക്ക് ആരാ കടന്നു വരുന്നത്? ഈശോയാണോ? ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കാം. ഹൃദയത്തിൽ എന്തുണ്ട്? നന്മയുണ്ടോ? നന്മയായത് അവിടെ നിന്ന് സ്വീകരിക്കണമേ നമ്മൾ വചനം വായിക്കാറുണ്ട് അല്ലേ? എന്തുണ്ടാവോ? ഈ സമയം നമ്മുടെ ആത്മാവിനെ ദൈവം വിളിക്കുകയാണെങ്കിൽ എവിടെ പോവും? ഹല്ലേലൂയ. ചിന്തിക്കാറില്ലല്ലേ? അതൊരു കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. അതല്ലേ, ചിലർ പാടത്തായിരിക്കും, ചിലർ ഭവനത്തിലായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും, പെരപ്പുറത്തായിരിക്കും. കള്ളൻ എപ്പോൾ വരുമെന്ന് നമുക്കറിയാമെങ്കിൽ വിളക്കം കത്തിച്ച് നോക്കിയിരിക്കുന്നവർ അല്ലേ? മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ, അത് ചെയ്തികളെല്ലാം, എല്ലാ പ്രവർത്തികളും കൂടെ പോരുന്നു. ഹല്ലേലൂയ. നമുക്ക് അനുദപിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയം കഴുകണം മക്കളെ. യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് വെറുപ്പ് വിദ്വേഷമൊന്നും വേണ്ട. യോഗ്യതയോടെ യേശുവിനെ സ്വീകരിക്കുക. ഓരോ വിശുദ്ധ കുർബാനയിലും നല്ല കുമ്പസാരം നടത്തി ആ പകയും വെറുപ്പും വിദ്വേഷമൊക്കെ മാറ്റി കളയുക. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഇവർ സമർപ്പിച്ചിരിക്കുന്ന 5 കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമേ കർത്താവേ, എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ കർത്താവേ, എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമേ. അത്ഭുതം നടത്തണമേ കർത്താവേ. ഇവരുടെ തൊഴിലുകൾ, ഇവരുടെ ബിസിനസ്, വ്യാപാരങ്ങൾ, പഠനം, കുടുംബം എല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സ്തുതിക്ക മക്കളെ. യേശുവേ നന്ദി. എല്ലാം സൂചിച്ച ഹല്ലേലൂയ. യേശുവേ നന്ദി. എവിടെയായിരുന്നാലും ഒരു ജപമാല നിങ്ങൾ ചെല്ലുക. പാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 3-ാം തീയതി ഓഗസ്റ്റ് 3 വൺ ഡേ ധ്യാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ആദ്യമായിട്ട് കാണുന്നവർ, കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക്, നിങ്ങൾ ഒരു 5 പേർക്കെങ്കിലും ഒരു നിയോഗം
വെച്ചിട്ട് അയച്ചു കൊടുക്കുക. അത്ഭുതങ്ങൾ നിങ്ങളെ തേടി വരും. ആമേ. താമസമുള്ളതായാലും ഓഗസ്റ്റ് 14 വരിക കേട്ടോ. ഒന്ന് വന്ന് നോക്ക്. ഒരു പ്രാവശ്യം ഒന്ന് വന്ന് നോക്കാം. മാതാവിൻ്റെ മണ്ണിൽ ഒന്ന് കാലുകുത്തി നോക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് 5 നിയോഗം വെച്ചിട്ട് 41 ദിവസം ഇവരെ ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം ഈ മക്കളെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. സന്തോഷത്തോടെ ഇരിക്കട്ടോ. സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങളുടെ തൊഴിലിൽ സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങളുടെ വ്യാപാരങ്ങളിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ പഠനങ്ങളിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ പരീക്ഷ ഫലങ്ങളിൽ വിജയം ഉണ്ടാവട്ടെ. ആമേൻ.